ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ട് ഒരു കോളം ബീം സ്കെലിറ്റൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ റെവിറ്റില് ന്യൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് തന്നെ എടുക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ യൂൺ ടൈപ്പ് ചെയ്ത് യൂണിറ്റ് എടുത്തു. എന്നിട്ട് ലെങ്ത് എന്നുള്ളത് ഇവിടെ മില്ലിമീറ്റർ ആണുള്ളത്. എന്റെ പ്രിഫറൻസ് സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ എടുത്തിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ എലിവേഷൻസിലേക്ക് ഒന്ന് പോവാം. ഞാൻ ഈസ്റ്റ് എലിവേഷൻ എടുത്തു. ഓക്കെ, 400. ഇത് ലെവൽ 0 ആണുള്ളത്. അത് നമുക്ക് ഗ്രൗണ്ട് ലെവൽ GL എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ ലെവൽ 1 നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ ഈ ഹൈറ്റ് ഒന്ന് മാറ്റാം. അത് 45 കൊടുക്കാം. അതായത് നമ്മുടെ പ്ലിന്ത് ടോപ്പ് ആണ്. അതായത് നമ്മൾ ഇതിന്റെ പേര് ഒന്ന് മാറ്റിയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ലെവലിനാക്കി. ഈ ലെവലിനെ നമ്മൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് സിമിലർ കൊടുക്കാം. എന്നിട്ട് ഇവിടെ കുറെ ലെവൽസ് ഇങ്ങനെ വരയ്ക്കാം. 1-2 ലെവലുകൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ലെവലിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഡിസ്റ്റൻസ് 250 ആണുള്ളത്. നമുക്ക് 300 ആക്കി മാറ്റാം. അടുത്തത് ഈ ലെവലിനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് 300 ആക്കി മാറ്റി. അതായത് 3 മീറ്റർ അബവ്. ഓക്കെ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ആ ലൈനിലേക്ക് പിടിക്കാം. അതുപോലെ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ആ സെയിം ലൈനിലേക്ക് പിടിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ഇതൊന്ന് ഒരു ലൈനിൽ കൊണ്ടുവരാം. ഒരു ലൈനിലായി. ഇനി നമുക്കിത് ഡ്രാഗ് ചെയ്താൽ എല്ലാം ഒന്നിച്ച് ഡ്രാഗ്ഡ് ആവും. അതുപോലെ നമുക്കിന്ന് ഡ്രാഗ് ചെയ്താൽ ഇവിടെ എന്താ ഒന്നിച്ച് ഡ്രാഗ് ആവും. കാര്യം ഈ റബ്ബർ ബാൻഡ് ഉണ്ടല്ലേ, ഇതെല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്നിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യാം. ഈ ലെവൽ ഹെഡ് നമുക്ക് അപ്പുറത്ത് പോകണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ടിക്ക് ഓൺ ആക്കിയാൽ ഈ ലെവൽ ഹെഡ് അപ്പുറത്ത് പോകും. ഈ ടിക്ക് ഓഫ് ചെയ്താൽ അത് ഇവിടുന്ന് ഇറേസ്ഡ് ആവും. ഓക്കെ, വേണ്ട നമുക്ക് ഇപ്പൊ തന്നെ മതി. അതുകൊണ്ട് നമ്മൾ ഈ ടിക്ക് ഓൺ ആക്കിയിട്ട് ഈ ടിക്ക് നമ്മൾ ഓഫ് ചെയ്യും. ഇവിടെ ഇതൊക്കെ ബ്ലൂ ആണല്ലേ, ഇത് രണ്ടും ബ്ലാക്ക് ആണ്. അതിന്റെ കാരണം ഇതിന് ഈ രണ്ട് ലെവൽസിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് നമുക്ക് ഒന്നുമില്ല. പിന്നെ വ്യൂവിൽ പോവുക, ഇവിടെ പ്ലാൻ വ്യൂസ് എടുക്കുക, എന്നിട്ട് ഫ്ലോർ പ്ലാൻ എടുക്കുക, എന്നിട്ട് ഈ ലെവൽ 2 ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഇപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലെവൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അവിടെ പോയാൽ അത് ബ്ലൂ ആയിട്ടുണ്ടാവും. കണ്ടോ, ഇതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പ്ലാൻ വ്യൂവിൽ പോയിട്ട് ഫ്ലോർ പ്ലാൻ എടുത്തിട്ട് ഈ ലെവൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരു പ്ലാൻ വ്യൂ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പേര് മാറ്റാം. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ലെവൽ എന്ന് കൊടുക്കാം. ഓക്കെ, വുഡ് യു ലൈക്ക് ടു റീനെയിം കറസ്പോണ്ടിങ് വ്യൂസ്? യെസ്. ഇവിടെ ഈ വ്യൂവിന്റെ പേര് മാറും, അല്ലെങ്കിൽ ലെവൽ 2 തന്നെ കിടക്കും. ഈ ലെവൽ നമുക്ക് വീണ്ടും ടെറസ് ലെവൽ TR എന്ന് കൊടുക്കും. ഓക്കെ, യെസ് കൊടുത്തു. നമ്മൾ ഇവിടെ നോക്കിയാൽ ആദ്യം കാണുന്നത് ഫസ്റ്റ് ഫ്ലോർ ലെവലാണ്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ലെവലാണ്. GL ആണ്, സൈറ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് ആണ് ടെറസ് ലെവൽ. ഏറ്റവും മുകളിൽ വരേണ്ടത് ടെറസ് ലെവൽ ഏറ്റവും താഴെ കിടക്കുകയാണ്, സൈറ്റിനും താഴെ കിടക്കുകയാണ്. സൈറ്റും ഗ്രൗണ്ട് ലെവലും 0 ലെവൽസ് തന്നെ. അപ്പൊ ഇത് രണ്ട് 0 ലെവലാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ഇല്ല. നമ്മൾ ഇഷ്ടത്തിന് ഓർഡർ ആക്കാൻ വേണ്ടി നമുക്ക് വേണം ഈ വ്യൂസ് നല്ല സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ബ്രൗസർ ഓർഗനൈസേഷൻ സംഭവം വരും. നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ കൊടുത്തിട്ട് നമ്മൾക്ക് OD1 ഓർഡർ 1 ഞാൻ ഓക്കെ കൊടുത്തിട്ട് ഇവിടെ ഗ്രൂപ്പിംഗ് ആൻഡ് സോർട്ടിംഗ് എടുത്തു വന്നിട്ട് ഈ ഗ്രൂപ്പ് ബൈ എന്നുള്ളത് അവിടെ ഞാൻ ഫാമിലി കൊടുക്കുകയാണ്. അവിടെ ഫാമിലി കൊടുത്ത് ദെൻ ബൈ എന്നുള്ളിടത്ത് ഞാൻ അസോസിയേറ്റഡ് ലെവലും കൊടുത്തിട്ട് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പോൾ വന്ന സംഭവം കണ്ടാണ്. ഗ്രൗണ്ട് ലെവല്, ഗ്രൗണ്ട് ഫ്ലോർ ലെവല്, ഫസ്റ്റ് ഫ്ലോർ ലെവൽ, ടെറസ് ലെവൽ. ഈ ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം കാണാൻ പറ്റും. ഗ്രൗണ്ട് ലെവലും ഈ GL സൈറ്റ് 0 ലെവൽസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ച് വന്നത്. ഇത് ക്ലിക്ക് ചെയ്താലോ ആ ഒന്ന് മാത്രമേ ഉള്ളൂ ഇല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഫ്ലോർ ലെവൽ മാത്രമേ ഉള്ളൂ. ടെറസ് ലെവൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഗ്രൂപ്പിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബ്രൗസർ ഓപ്ഷനിൽ പോയിട്ട് ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ് പോയിട്ട് ഈ ദെൻ ബൈ എന്നുള്ളത് നമുക്ക് നണ്ണം അടിച്ചു കൊടുത്താൽ മതി. ഈ സോർട്ട് ബൈ എന്നുള്ളിടത്ത് അസോസിയേറ്റഡ് ലെവൽ കൊടുക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കണം. അപ്പോ എന്നിട്ട് ഓക്കെ അപ്ലൈ ഓക്കെ കൊടുക്കുമ്പോൾ ഗ്രൗണ്ട് സൈറ്റ് ഇപ്പൊ ആ ഹൈറ്റിന്റെ ഓർഡറിലായി. ഇത് രണ്ടും 0 ലെവൽസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ച് വന്നത്. വേറൊരു രീതി വേണമെങ്കിൽ നമുക്ക് ഒന്ന് ബ്രൗസർ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓപ്ഷൻസ് കൊണ്ടുവരാം. അതിനകത്ത് ഞാൻ എൻ്റെ ഒരു രീതി പറയുന്നേ ഉള്ളൂ. ഞാൻ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യണം. OD2 ഓക്കെ കൊടുക്കും. പക്ഷെ ഞാൻ ഗ്രൂപ്പിംഗ് ആൻഡ് സോർട്ടിങ്ങിനകത്ത് ഇവിടെ ഗ്രൂപ്പ് ബൈ എന്നുള്ളത് ഞാൻ അസോസിയേറ്റഡ് ലെവൽ കൊടുത്തു. എന്നിട്ട് സോർട്ട് ബൈ അസോസിയേറ്റഡ് ലെവൽ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്തു ഓക്കെ.
ഇപ്പൊ കണ്ടോ, 0 ലെവലിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഈ ഗ്രൗണ്ട് ലെവൽ എന്നുള്ള ഗ്രൂപ്പിനടിയിലാണ് വരുന്നത്. അതായത് ഫ്ലോർ ലെവല്, ഗ്രൗണ്ട് ഫ്ലോർ ലെവല്, ഫ്ലോർ പ്ലാൻ സൈറ്റ്, പിന്നെ റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാൻ, ഈ മൂന്നും ഇതിനടിയിലാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. GFFL അടി ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് GFFL ഫ്ലോർ പ്ലാനും അതുപോലെ തന്നെ സീലിംഗ് പ്ലാനും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാം. ഞാനിപ്പോ തൽക്കാലം ഞാൻ നേരത്തെ ചെയ്ത OD1 എന്നുള്ള സെലക്ട് ചെയ്തു, അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് കോളംസ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ ഗ്രൗണ്ട് ലെവലിലേക്ക് പോയി നമുക്ക് കുറച്ച് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യും. ആർക്കിടെക്ചറിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ഗ്രിഡ് ഇങ്ങനെ സെലക്ട് ചെയ്തു, വേറെ ഗ്രിഡ് ഇവിടെ ഉണ്ടാക്കി, വേറെ ഉണ്ടാക്കി, ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചൊരു ഗ്രിഡ് ഉണ്ടാക്കി. ഇവിടെ 5 എന്നാണുള്ളത്, ഈ 5 വേണ്ട, ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്നാക്കി. ഓക്കെ, ഞാൻ വീണ്ടും ആ ഗ്രിഡ് എടുത്തിട്ട് ഞാൻ റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തതാണ് B ലെഫ്റ്റിൽ വന്നത്. A ചെയ്തപ്പോൾ ഞാൻ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലേക്കാണ് ഡ്രാഗ് ചെയ്തത്, അതുകൊണ്ട് A റൈറ്റ് സൈഡിൽ വന്നു. സോ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ടിക്ക് ഓഫ് ചെയ്യാം, എന്നിട്ട് ഈ ടിക്ക് ഓൺ ആക്കാം. AB വന്നു. ഇനി ഒന്നുകൂടെ ഓക്കെ, എല്ലാം ഓർഡറായി. ഇനി ഞാൻ ഇവിടെ കോളംസ് എടുക്കുകയാണ്, കോളംസ് ഇൻസെർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ കോളം ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, സ്ട്രക്ചറൽ കോളം ഉണ്ട്, ആർക്കിടെക്ചറൽ കോളം ഉണ്ട്. ഞാൻ ഈ എക്സാമ്പിളിൽ ഞാൻ സ്ട്രക്ചറൽ കോളമാണ് എടുക്കുന്നത്. ഞാൻ സ്ട്രക്ചറൽ കോളം ക്ലിക്ക് ചെയ്തു. ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന ഒരു സെക്ഷൻ ആണ്, അതെനിക്ക് ആവശ്യമില്ല. ചെറിയ ആരോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും എനിക്ക് വേറെ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ലോട്ട് ഫാമിലി ചെല്ലുന്നു, എന്നിട്ട് ഇവിടെ കോൺക്രീറ്റ് റെക്ടാംഗുലർ കോളം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു ഡയമെൻഷനിലുള്ള കോളം അല്ല വേണ്ടത്, അതുകൊണ്ട് ഞാൻ എഡിറ്റ് ടൈപ്പ് കൊടുത്തിട്ട് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എനിക്ക് 24-45 കോളം വേണ്ടത്. ഓക്കെ, 30 എന്നുള്ളത് മാറ്റി 24 ആക്കി, ഈ 40 എന്നുള്ളത് മാറ്റി 45 ഞാൻ ഓക്കെ കൊടുത്തു. അപ്പൊ ഞാനുള്ളത് ഏത് ഗ്രൗണ്ട് ലെവലിലാണുള്ളത് അല്ലേ. ആ കോളം എന്നുള്ള ഇതെടുത്തിട്ട് സ്ട്രക്ചറൽ കോളം എടുത്തിട്ട് 24-45 കോളം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഡെപ്ത് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഈ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്ലെയിനിലാണോ ഇൻസെർട്ട് ചെയ്തത് ആ പ്ലെയിനിന് താഴേക്കാണ് പോവുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓപ്ഷൻ മാറ്റിയിട്ട് ഹൈറ്റ് ആക്കി. ഇപ്പൊ ഇത് മുകളിലേക്ക്. ഇനി അടുത്തത് ഇവിടെ അൺകണക്റ്റഡ് എന്നുണ്ട്, അൺകണക്റ്റഡ് മാറ്റിയിട്ട് നമുക്ക് ഏത് ഡെപ്ത് വരെ പോകണം, ഏത് ഹൈറ്റ് വരെ പോകണം നോക്കുക. ഇത് തൽക്കാലം എനിക്ക് GFFL വരെ പോയാൽ മതി. അതായത് വെറും 45 സെന്റിമീറ്റർ ഹൈറ്റുള്ള കോളമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പെഡസ്റ്റൽ എന്നൊക്കെ പറയുന്ന അതല്ല എങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ 2 കോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോർത്ത് വ്യൂവിൽ നിന്ന് പോവാൻ 2 കോളംസും കൂടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് തൽക്കാലം ഈ കോളം വേണ്ട, നമുക്ക് തൽക്കാലം എടുത്ത് കളയണ്ട. നമുക്ക് ഈ ഗ്രിഡ് ഇന്റർസെക്ഷൻ എല്ലാം കോളം വേണമെന്ന് വെച്ചാൽ തൽക്കാലം നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ ലെവലിലേക്ക് മാറാം. നമുക്ക് കോളം കൊണ്ടുവരിക, അതിന് ശേഷം സ്ട്രക്ചറൽ കോളം എടുക്കുക. ഇവിടെ അറ്റ് ഗ്രിഡ്സ് ഉണ്ടല്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഗ്രിഡുകളെല്ലാം സെലക്ട് ചെയ്യുക, ക്രോസ് സെലക്ഷൻ ചെയ്താൽ മതി. ഇപ്പൊ എല്ലാം ആയി, നമ്മൾ ഫിനിഷ് ചെയ്യുക. കണ്ടോ, ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ ലെവലിലേക്ക് നമ്മുടെ കോളംസ് സെലക്ട് ആയി. പക്ഷേ നമുക്ക് ഈ കോളം സെലക്ട് ചെയ്യാം, കോളം സെലക്ട് ചെയ്യുക. പക്ഷേ കോളം മാത്രമല്ല ഗ്രിഡ്സ് സെലക്ട് ആയി. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ ഫിൽറ്ററിലേക്ക് പോവുക, എന്നിട്ട് ചെക്ക് നൺ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണ്, കോളംസ് മാത്രമാണ്. എന്നിട്ട് അതൊന്ന് ഓക്കെ കൊടുക്കുക. ഇപ്പോ നമ്മുടെ കോളങ്ങളൊക്കെ സെലക്ട് ആയി. നമുക്ക് ഇതിന്റെ ഒന്ന് ലെവൽസ് ഒന്ന് മാറ്റാം. നമ്മുടെ ബേസ് ലെവൽ എന്താ ഉള്ളത്, ഗ്രൗണ്ട് ഫ്ലോർ ലെവലാണ്. നമുക്കൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ഗ്രൗണ്ട് ലെവൽ ആക്കിയിട്ട് അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇപ്പൊ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോർ ലെവലിലേക്ക് കോളംസ് ആയി. നമുക്ക് ഇവിടെയും കൂടെ വേണം അല്ലെ, ഈ പോർഷനിലും കോളം വേണം. അത് നമുക്ക് വീണ്ടും ഈ കോളം ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പോലെ ഫിൽറ്ററിൽ പോവുക, എന്നതിന് ശേഷം ചെക്ക് നൺ കൊടുത്തതിന് ശേഷം ഈ കോളംസ് മാത്രം സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇവിടെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് പേസ്റ്റിൽ പോയിട്ട് അലൈൻഡ് സെലക്ട് ലെവൽ എടുത്ത് ടെറസ് ലെവല് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. പക്ഷെ ഒരു പ്രശ്നം വന്നു അല്ലെ. എന്താ പ്രശ്നം വന്നേ, നമ്മുടെ ബോട്ടം ലെവലില് കോളത്തിന് 345 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. പക്ഷെ ടോപ്പിൽ നമുക്ക് 300 ആവശ്യമുള്ളൂ. ഈ ടോപ്പിലെ കോളം സെലക്ട് ചെയ്യാം, ഫിൽറ്ററിൽ പോവാം, കോളംസ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഉറപ്പാക്കാം, ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഈ ബേസ് ഓഫ് സെറ്റ് -45 എന്നുള്ളത് നമുക്ക് 0 കൊടുത്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോ കണ്ടോ, എല്ലാ കോളംസും കറക്റ്റ് ആയിട്ട് വന്നു. നമുക്ക് ഇനി വീണ്ടും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പോവാം. അപ്പോൾ ഇവിടെ കോളംസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇനി പ്ലിന്ത് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ സ്ട്രക്ചറിൽ പോവുക, ഇവിടെ ബീം എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടിയത് ഒരു ബീം ആണ്, UB യൂണിവേഴ്സൽ ബീം എന്ന് പറയുന്ന സംഭവമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കത് വേണ്ട, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. ഈ സ്മോൾ ആരോ ക്ലിക്ക് ചെയ്ത് നോക്കാം, വേറെ എന്തെങ്കിലും അവൈലബിൾ ആണെന്ന് നോക്കുമ്പോൾ ഒന്നും അവൈലബിൾ അല്ല. സോ നമ്മൾ ലോട്ട് ഫാമിലി എടുക്കുകയാണ്. ഇവിടെ ബാക്ക് പോവാം, ഇവിടെ സ്ട്രക്ചറൽ ഫ്രെയിമിംഗ് എടുക്കുക. ഈ സ്ട്രക്ചറൽ ഫ്രെയിമിംഗിൽ കോൺക്രീറ്റില് കോൺക്രീറ്റ്
റെക്ടാംഗിൾ ബീം കാണാം, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബീം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം, ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു 20-50 സെന്റിമീറ്റർ 20-50 സെന്റിമീറ്റർ എന്നുള്ള കൊടുത്തിട്ട് ഈ ബ്രെഡ്ത്ത് നമുക്ക് 20 ആക്കാം, ഡെപ്ത് നമുക്ക് 50 ആക്കാം. ഓക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ലെവലിലാണല്ലോ, ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. ഇവിടെ നൺ ഓഫ് ദ ക്രിയേറ്റഡ് എലിമെന്റ്സ് ആർ വിസിബിൾ ഫ്ലോർ പ്ലാൻ GL എന്ന് കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യൂ റേഞ്ച് എടുത്തിട്ട് വ്യൂ ഡെപ്ത് എന്നുള്ളത് ഓഫ്സെറ്റ് നമുക്കൊരു -120 കൊടുക്കാം. പ്ലേ ഓക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ബീം കാണാം. നമ്മൾ വേറെ ബീം ആഡ് ചെയ്യണമെങ്കിൽ ബീം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഈ ബീം നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് CS എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത ബീമിന് ആഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ബീംസ് ആഡ് ചെയ്ത് കൊണ്ടുപോകാം. കണ്ടോ, ഇത് ഗ്രൗണ്ട് ലെവലിൽ താഴോട്ട് വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് സെലക്ട് ചെയ്തിട്ട് തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഗ്രൗണ്ട് ഫ്ലോർ ലെവലിലേക്ക് ഇതേ ബീം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ പ്രാവശ്യം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ലെവലിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന്, വീണ്ടും നമ്മൾ ഇവിടുന്ന് അടുത്ത ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നോർത്ത് എലിവേഷനിൽ ഒന്ന് പോവാം. നോർത്ത് എലിവേഷനിൽ ഇട്ട് നോക്കൂ, നമ്മൾ ക്രിയേറ്റ് ചെയ്തത് പ്ലിന്ത് ലെവൽ തന്നെയാണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എല്ലാ ഗ്രിഡ്സിലും കൂടെ നമുക്ക് ഒന്നിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ പോവുകയാണ്. വീണ്ടും ബീം എടുത്തു. എന്നിട്ട് നമ്മളിവിടെ ഓൺ ഗ്രിഡ്സ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഈ ഗ്രിഡ് ഇങ്ങനെ സെലക്ട് ചെയ്തു. അതിനുശേഷം കൺട്രോൾ ഹോൾഡ് ഡൗൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു. എല്ലാ ഗ്രിഡുമായി അല്ലേ? ഇനി നമ്മൾ ഫിനിഷ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് കാണാം എല്ലാ ഗ്രിഡ്സും കണക്ട് ചെയ്ത് ബീംസ് വന്നിട്ടുണ്ട്. 3D എന്ന് കാണാം. ഇനി നമുക്കിതിനെ അടുത്ത ലെവലിലേക്ക് കോപ്പി ചെയ്യാം. ശേഷം നോർത്ത് എലിവേഷൻ ചെല്ലുന്നു. ഇനി ഫിൽറ്റർ കൊടുക്കുന്നു. ലെവൽസ് നമ്മൾ അൺചെക്ക് ചെയ്തു. സ്ട്രക്ചറൽ ഫ്രെയിമിംഗ് മാത്രം നമ്മൾ ഓക്കെ കൊടുത്തിട്ട് അതിനെ നമ്മൾ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കൊടുത്തിട്ട് പേസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് അലൈൻ ടു സെലക്ട് ലെവൽസ് എടുത്തതിന് ശേഷം നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? ടെറസ് ഫ്ലോർ ലെവൽ, ഫസ്റ്റ് ഫ്ലോർ ലെവൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ലെവലും ടെറസ് ഫ്ലോർ ലെവലും ബീംസ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് 3D കാണാം. ഓക്കെ, പ്ലിന്ത് ബീം ഇവിടെ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ റൂഫ് ബീം ഉണ്ട്. ഫസ്റ്റ് ഫ്ലോർ റൂഫ് ബീം ഉണ്ട്, അല്ലെങ്കിൽ ടെറസ് ഫ്ലോർ ബീം ഉണ്ട്. അങ്ങനെ എല്ലാ ഫ്രെയിം മൊത്തം നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.